ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ മഴക്കാലത്ത് നമ്മുടെ പറമ്പ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പറമ്പിൽ എന്തെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവൂലേ, മാവും പിന്നെ നമ്മളെ ചാമ്പക്കൻ്റെയും അത് ഇതെല്ലാം നമ്മളെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒക്കെ കൊമ്പ് കോതി കൊടുക്കുക, എല്ലാത്തിൻ്റെയും കൊമ്പ് മുറിച്ചു കൊടുക്കുക. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് ഒരുപാട് വൃത്തിയായി കിട്ടും. എന്താ, നമ്മള് കാട് പിടിച്ച പോലെ ഇരിക്കൂല പറമ്പൊന്നും. അപ്പൊ നല്ല അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൽ കായും പൂവും കായൊക്കെ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെയും പുതിയ പുതിയ ഇലകൾ വരികയും അതില് പിന്നെ കായ പിടിച്ച് കിട്ടുകയും ഒരുപാട് കായ്കൾ കിട്ടുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ മഴക്കാലം ആവുമ്പോഴത്തേക്കും, മഴക്കാലം തുടങ്ങി കുറച്ച് മഴ പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എല്ലാത്തിൻ്റെയും കൊമ്പ് ഊതി കൊടുക്കണം. അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും കൊമ്പ്, ഇത് എൻ്റെത് ചാമ്പക്കൻ്റെ തൈയാണ് കേട്ടോ. അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചാമ്പക്ക. അതിന്റെ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ പുതിയ ഇലകൾ വന്നിട്ട് ഒരുപാട് പൂടുകയും അതിൽ നിറയെ ചാമ്പക്ക ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഒക്കെ കൊമ്പ് കഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒച്ചിന്റെ ശല്യം കൂടുതൽ ഉള്ളത് കാരണം എപ്പോഴും പറമ്പ് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒച്ച് അവിടെ ഇവിടെ ഒക്കെ മുട്ടയിട്ടിട്ട് ഒരുപാട് ഒച്ചുണ്ടാവും. അപ്പം നമ്മള് പറമ്പ് എന്താ വെച്ചാൽ നമ്മള് നട്ടുപിടിപ്പിച്ചതൊക്കെ അതിന്റെ തളിരിലകളൊക്കെ തിന്നിട്ട് നശിപ്പിക്കും. അങ്ങനെ ആവുമ്പോഴേക്കും നമുക്കൊന്നും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഒന്നും ഇതിൽ നിന്ന് കായ്ഫലങ്ങളൊന്നും ഇല്ലാതാവുകയും ആ ചെടി ആകെപ്പാടെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നമ്മളെ പറമ്പ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. പിന്നെ അതുമാത്രമല്ല, പുഴുക്കള ശല്യം കൂടുതലായിട്ടും ഉണ്ടാവും. ഈ മഴക്കാലത്താണ് ഈ പുഴുക്കളെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാത്തിൻ്റെയും കൊമ്പ് കോതി കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത് പിന്നെ നമുക്ക് മാവായാലും ചാമ്പക്കയായാലും എന്ത് വൃക്ഷത്തൈകളായാലും നമ്മൾ കൊമ്പ് കോതി കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് ബ്രാഞ്ചുകൾ അതിൽ വരാനും അതിൽ കൂടുതലായിട്ട് പൂവിട്ടിട്ട് കായ്ഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടാനും നമ്മളെ സഹായിക്കുന്നതാണ്. ഉണങ്ങിപ്പോവോ ഒന്നുമില്ല. അത് പേടിച്ചിട്ട് ആരും കൊമ്പ് കോതി കൊടുക്കാതെ നിൽക്കരുത്. നമ്മൾ പന പോലെ മേലോളം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ പറിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊമ്പ് കോതി കൊടുത്താൽ നമുക്ക് കയ്യെത്തും ദൂരത്തും തന്നെ പറിച്ചെടുക്കാനും അതിൽ കൂടുതൽ ബ്രാഞ്ചസ് വരാനും പിന്നെ കായ്ഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടാനും സഹായിക്കും. അപ്പൊ അതുകൊണ്ട് കൊമ്പ് കോതി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ മഴയായിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പുല്ല്, എന്തായാലും നമ്മൾ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പുല്ല് മുളക്കും. ആദ്യം നമ്മുടെ അടുത്ത് കോഴിയുള്ള സമയത്ത്, ഇപ്പം കോഴിയുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അളക്കലില്ല, നായിനെ പേടിച്ചിട്ട് അളക്കലില്ല. അപ്പൊ ആ സമയത്ത് നമ്മളെ പറമ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും. അതിന് പുൽവർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്ക്. അപ്പൊ കോഴി കൊത്തി തിന്നുന്നതുകൊണ്ട് പറമ്പിലൊന്നും അങ്ങനെ പുല്ല് വളരാലോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം കോഴീനെ നമ്മൾ തുറന്നിളക്കാത്തത് കൊണ്ട് നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യണം, വളരുന്നതിന് നമ്മൾ വൃത്തിയായി കൊടുക്കുക. പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും അടിച്ചു വാരുക. ആഴ്ചയിൽ 2 തവണയെങ്കിലും പറമ്പൊന്ന് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് പറമ്പെല്ലാം ഒന്ന് അടിച്ചു വാരി എടുത്താൽ തന്നെ ഒരുപാട് പുല്ല് വളരുന്നതൊക്കെ ഇല്ലാണ്ടാവും. അപ്പം അതൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടുപിടിപ്പിച്ച സൈഡിലൊക്കെ പുല്ലോ എന്തെങ്കിലുമൊക്കെ കാട് പോലെ വളർന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അതൊക്കെ പറിച്ചു മാറ്റി ക്ലീൻ ആക്കി കൊടുക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതൊക്കെ പ്രൂണിങ് ചെയ്തില്ലേ, പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ
ഈ വേസ്റ്റ് ഒക്കെ നമ്മള് നട്ടുപിടിപ്പിച്ചതിന്റെ കടക്കലൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മളൊന്നെങ്കിൽ ഒരു ചാക്കിലോ അല്ലെങ്കിൽ നമ്മള് പിന്നെ ഞാൻ ഇപ്പൊ വലിയൊരു വേസ്റ്റ് കൊണ്ടുണ്ട് അതിലിടലാണ്. അത് ഞാൻ പിന്നെ നമ്മുടെ കാടക്കോയിനെ മുന്നേ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കാടക്കോയിന്റെ വേസ്റ്റ് കാഷ്ടം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കാടക്കോയി ഇല്ല. അപ്പൊ ഈ ഇങ്ങനെ കിട്ടുന്ന അടിച്ചു വാരിയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, അതിൽ കൊണ്ടുപോയി ഇടും. അപ്പൊ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് അത് നല്ല വെയിലുദിച്ച് പിന്നെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറും. അപ്പൊ അത് നമുക്ക് ചെടിക്കും നമ്മളെ നട്ടുപിടിപ്പിച്ച കടക്കലെല്ലാം കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചതിന്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇട്ടാല് അത് അഴുകിയിട്ട് പിന്നെ പുഴു കയറാനും നമ്മുടെ ഒച്ചിന്റെ ശല്യം കൂടുതലായിട്ട് വർദ്ധിക്കാനും ഇടയാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ ചാക്കിൽ കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തു കഴിഞ്ഞാല് അതില് പിന്നെ നമ്മുടെ അടുത്ത എന്തായാലും നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് വെയിലെല്ലാം ഉദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞിട്ട് നല്ലൊരു വളമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കൊണ്ടുപോയി കത്തിക്കാനോ അത് അപ്പുറത്തിപ്പുറത്തെ വളപ്പിൽ കൊണ്ടുപോയി ഇടാനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കുണ്ടിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ചാക്കിൽ കെട്ടി വെക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഇത് എൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും കൊമ്പ് കോതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ മൊത്തമായിട്ട് പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം. ഇതെന്റെ ചാമ്പക്ക തൈയാണ്, ആപ്പിൾ ചാമ്പയാണ് കേട്ടോ അത്. പിന്നെ ഇതാ എന്തൊക്കെയുണ്ട്, കുറെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇത് എന്റെ കറിവേപ്പിലയാണ്. പിന്നെ ഇത് നാരകം, പിന്നെ കുള്ളം കിഴങ്ങ്, പേരക്ക. ഈ പേരക്ക ഇവിടെ തന്നാലെ മുളച്ചു വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് പൊരിച്ച് മാറ്റിയിട്ടില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ മൂലക്കൊരു പേരക്ക ഉണ്ടല്ലേ, അത് ഞാൻ വാങ്ങി വെച്ചതാണ്. ഇതാണ് കേട്ടോ കൊണ്ട് ഞാൻ വേസ്റ്റ്, ഈ കാടന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് പണിക്കാരെ കൊണ്ട്. അപ്പൊ അത് കാടയില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതുപോലെ വേസ്റ്റെല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് നല്ലൊരു വളമാക്കിയിട്ട് ആയിട്ട് കിട്ടലുണ്ട്. ഒരു തവണ ഫുൾ അതിൽ നിന്ന് വളമായിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് കോഴിയുണ്ട്. കോഴിന് ഇപ്പളക്കലില്ല കേട്ടോ. ഇപ്പൊ മഴയായോണ്ട് ഇതിൽ നിന്ന് ശരിയാവുന്നുമില്ല, ഇതിനകത്ത് വെള്ളം കയറും. അപ്പൊ അതിന് മാറ്റാനും ഉണ്ട്. പിന്നെ ഇതാ ഞാൻ മൊത്തമായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പുല്ല് മുളക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെ അത് പറിച്ച് മാറ്റിയിട്ട് മൊത്തമായിട്ട് പിന്നെ അടിച്ചു വാരി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കാണുന്നില്ല, നമ്മൾ കുറേ പിന്നെ പുല്ലൊക്കെ പറിച്ച് മാറ്റി, പിന്നെ കൊമ്പൊക്കെ കോതി കൊടുത്ത്, പിന്നെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മണ്ണിട്ട് കൊടുത്തു. അതൊക്കെ ചെയ്തപ്പോ തന്നെ വളപ്പ് നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പേടിയില്ലാത്ത തരത്തിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഉള്ളോട്ടൊക്കെ പോയി അടിച്ചു വരണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, മൊത്തമായിട്ട് കാട് പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പേടിയാ ഉണ്ടാവുക. അന്ന് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ചുരുണ്ട് കൂടിയിട്ടുണ്ടോ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇത് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പേടിയൊന്നുമില്ല. നമ്മൾ ഈ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയി ഇടാതെ നിന്നാൽ മതി. അതിന്റെ അടിയിലൊക്കെയാണ് ഈ പാമ്പൊക്കെ കയറി നിൽക്കുക. അപ്പൊ നമുക്ക് പേടിയുണ്ടാവുക. നമുക്ക് പറമ്പിലൊക്കെ ഇറങ്ങാനോ അവിടെ എന്തെങ്കിലും കറിവേപ്പിലയോ എന്തെങ്കിലും പൊട്ടിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടാകാം. അപ്പൊ നമ്മൾ ഇതുപോലെ പുല്ല് ആവുന്നതിന് നമ്മൾ പറിച്ച് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനോ എന്തെങ്കിലും പൊട്ടിക്കാൻ കറിവേപ്പിലയോ പച്ചമുളകോ എന്തെങ്കിലും പൊട്ടിക്കാൻ പോകാനുണ്ടെങ്കിലും പേടിയില്ലാണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എപ്പോഴും നമ്മളെ പറമ്പ് ക്ലീൻ ആക്കി തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മളിങ്ങനെ കാട് പിടിച്ച പോലെ ഒരിക്കലും ഇടാൻ പാടില്ല. അന്നേരമാണ് നമുക്കൊന്നും നട്ടു വളർത്താനൊന്നും ഒരു മൂഡും ഉണ്ടാവില്ല. മഴക്കാലത്ത് മഴയല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇടും. അപ്പൊ നമ്മൾ ഇതുപോലെ എപ്പം വൃത്തിയായിട്ടുണ്ടായാൽ നമുക്ക് അതിൽ നടക്കാനും എന്തെങ്കിലും നടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒരു പേടിയില്ലാണ്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ എപ്പോഴും നമ്മളെ പറമ്പ് ക്ലീൻ ആയിട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പൊ ഞാനിത് എല്ലാം മൊത്തമായിട്ടൊന്ന് അടിച്ചു അരിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മഴക്കാലത്ത് പറമ്പിൽ കുമ്മായം വിതറി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ പറമ്പില് മണ്ണിൽ പുളി രസം ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. പിന്നെ ഞാൻ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നത് ടെറസിലാണ്. തറയിൽ നടാൻ കഴിയില്ല, ഉച്ചുള്ളത് കാരണം ഉച്ച് അത് തിന്ന് നശിപ്പിക്കും. ഈ തളിരിലകളെല്ലാം ഈ ഉച്ചിന് തിന്നാൻ ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് അത് തിന്ന് നശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ടെറസിലാണ് എല്ലാം നട്ടുപിടിപ്പിച്ചത്. നമുക്ക് കൂടുതൽ ടൈമൊന്നും വേണ്ട, നമ്മൾ ഇതൊന്നും മൊത്തമായിട്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പുല്ലൊക്കെ പൊരിച്ച് നമ്മള് പിന്നെ എല്ലാം മൊത്തമായിട്ട് ചവറൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആഴ്ചയിൽ 2 തവണ ആ പറമ്പ് പോയിട്ടൊന്ന് അടിച്ചു വരേണ്ട ഇതേ ഉള്ളൂ. എന്നാൽ തന്നെ നമുക്ക് പുല്ല് വളരാണ്ടൊക്കെ നോക്കാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മളെ മഴക്കാലത്തുള്ള ടാസ്ക്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണ്ടേ, കാണുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓരോ ഏരിയയിലൊന്നും നമ്മൾ ചെറിയ ചെറിയ പുല്ലാകുമ്പോൾ നമുക്ക് ഇത് കൈയോട് പറിച്ചിട്ട് കിട്ടൂല. അപ്പോൾ അതിനും ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാല് ഇതാണ്, ബായിക്കോട്ട് എടുത്തിട്ട് ഒന്ന് ചെത്തിക്കളയാം. അപ്പൊ അത് തന്നെ പെട്ടെന്ന് അതിങ്ങനെ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ചകരി ഉണ്ടാവൂലേ, ചകരി കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാല് പുല്ലൊന്നും വളരുമോ ഒന്നുമില്ല, അവിടെ വളപ്പൊക്കെ ക്ലീൻ ആയിട്ടിരിക്കും. ചില ആൾക്കാർ ഒരുപാട് ചേരി ഉണ്ടെങ്കിൽ അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുത്താലും മതി, അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പിന്നെ ഞാൻ ഇപ്പൊ അടുപ്പിൽ കത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചേരിയില്ല, എന്നാലും അവിടെ ഇവിടെ ഒക്കെ ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ തെങ്ങിന്റെ ഇടയിലൊക്കെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാണ്ട് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുഴി പോലെ എന്തെങ്കിലും നമ്മൾ വേനൽക്കാലത്ത് വെള്ളം അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ട് തുറന്നു കൊടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം കൂടുതലായിട്ട് ഈ തെങ്ങിന് ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ മഴക്കാലത്ത് അതിന്റെ ആവശ്യമില്ല. മഴക്കാലത്ത് ചോട്ടിൽ കെട്ടി നിൽക്കാതെ നോക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യുക, നമ്മള് അതിൽ കൊണ്ടുപോയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ക്ലിയർ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറമ്പിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതിലൊക്കെ കൊതുക് ഉച്ച ഉണ്ടോ അതിന്റെ ബാക്കിലായിട്ട്, പിന്നെ അതിന് ഉപ്പിട്ടിട്ട് നശിപ്പിച്ചാൽ മതി. പിന്നെ ചെറിയ ഒച്ചും വലിയ ഒച്ചിനെല്ലാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നശിപ്പിച്ചാൽ മതി. ഈ പാത്രത്തിൽ വെള്ളം കെട്ടി നിന്നാൽ നമ്മളെ കൊതുക് മുട്ടയിട്ടിട്ട് നമുക്കത് രോഗമായിട്ട് മാറും. ഡെങ്കിപ്പനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നുവിടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിരട്ടയായാൽ പോലും പറമ്പിലൊന്നും പിന്നെ ഇടാനോ ഒന്നും പാടില്ല. അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കമഴ്ത്തി വെക്കുകയോ ചെയ്യേണ്ടത് നല്ലതാണ്. അപ്പം എല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൊമ്പ് കോതി കൊടുത്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം മൊത്തം അടിച്ചു വാരി ക്ലീൻ ആക്കി കൊടുത്തു കേട്ടോ. ഇതെന്റെ പൈനാപ്പിൾ ആണ് കേട്ടോ. പൈനാപ്പിൾ തൈയാണ്, വെച്ചിട്ട് 2 വർഷമായി, ഇതുവരെ ആയിട്ടില്ല. ആവുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പിന്നെ ഇത് കവുങ്ങാണ്. അങ്ങനെ ഒരുപാട് ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ സീതപ്പഴം, കശുവണ്ടി, പിന്നെ പ്ലാവ്, ചാമ്പക്ക, പിന്നെ എന്താ പറയാ, ഒരുപാട് അങ്ങനെ എന്തൊക്കെയോ നട്ടു വളർത്തിയിട്ടുണ്ട്. മാവുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ എനിക്ക് ചെറിയ ചെറിയ പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ളതൊന്നും ഈ പറമ്പിൽ നടാൻ കഴിയില്ല കേട്ടോ. ഒച്ചിന്റെ ശല്യം ഉള്ളത് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ നട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് അതിന്റെ തൈ പോലും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.